ഹായ്, ഇത് നമ്മുടെ തൃശ്ശൂരുള്ള തോമസ് ചേട്ടൻ്റെ വീടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അപ്സ്റ്റെയറിൻ്റെ ഭിത്തിയുടെ വർക്കുകളെല്ലാം കഴിഞ്ഞ് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് അതിൻ്റെ മെയിൻ സ്ലാബ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻ സ്ലാബിന് എന്തായാലും ഞാനും ഒന്നും പോകുന്നില്ല. കാരണം ആ സമയത്ത് ഞങ്ങൾ ഇടുക്കിയിലാണ് ഉണ്ടാവുക. നമുക്ക് കട്ടപ്പനയിൽ ഒരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ മൂന്നാറിലും ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും സെറ്റിംഗ് ഔട്ട് നമ്മൾ ഒരെണ്ണം ഞായറാഴ്ചയും ഒരെണ്ണം തിങ്കളാഴ്ചയും ചെയ്യുകയാണെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ എല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്തെല്ലാം ക്ലിയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ ഓൾറെഡി JCB എല്ലാം വന്നിട്ടുണ്ട്. നാളെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് ഏകദേശം മണ്ണ് ഫില്ലിംഗ് എല്ലാം തീരും. ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരുവിധം പ്രോജക്റ്റിലൊക്കെ അതായത് നമ്മൾ തന്നെയാണ് ബേസ്മെൻറ്റ് ചെയ്യണമെന്ന് ക്ലയൻറ്റ് നിർബന്ധിക്കുന്നത്. ആദ്യം ഞാനൊരു ബേസ്മെൻറ്റ് നമ്മളേതായ രീതിയിൽ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കേട്ടത് ഫേസ്ബുക്കിലാണ്. പിന്നെ ഇപ്പോൾ ഒരു 4-5 ബേസ്മെൻറ്റ് നമ്മൾ അടുപ്പിച്ച് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണോ എന്താണോ എന്നറിയില്ല. അത് ബെനിഫിറ്റ് ആണെന്ന് ഇനി ക്ലയൻറ്റിന് തോന്നുകൊണ്ടാണോ അതാണോ ഉറപ്പ് കൂടുതലാണെന്ന് അവർ ഉറപ്പിച്ചതുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ ഒരുവിധം നമ്മൾ ചെയ്യണ വീടിൻ്റെയൊക്കെ ബേസ്മെൻറ്റ് കൂടെ അവർ നമ്മളോടാണ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റൊക്കെ കരിങ്കല്ലിൽ ചെയ്തിട്ട് മുകളിൽ ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കോട്ടയത്ത് ഒരു ബേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 3150 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫീഡ്ബാക്ക് എന്താ നമുക്ക് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ വിളിക്കുന്ന ആൾക്കാർ വീട് മാത്രമല്ല ബേസ്മെൻറ്റും കൂടെ നമ്മൾ തന്നെ ചെയ്യണം, അതും കോൺക്രീറ്റിൽ നിങ്ങൾ ചെയ്യണ രീതിയിൽ തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെയ്യണതും ഇതിനിങ്ങനെ എഫേർട്ട് എടുത്ത് വീഡിയോ എടുത്ത് വെക്കണതും അത് വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ തരുന്ന എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടത് എന്നുള്ളതാണ് എനിക്കിതൊന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ബേസ്മെൻറ്റ് ഒഴിവാക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്റ്റുകളൊക്കെ ഒരുപാട് ദൂരങ്ങളിലാണ്. ഇപ്പം നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഓരോ ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ആ വീടുകളൊക്കെ പല ജില്ലകളിൽ പല സ്ഥലത്തായിട്ടാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടുക്കിയിൽ മൂന്നാറും കട്ടപ്പന എന്ന് പറഞ്ഞത് അത് ഒരു ദിവസമാക്കാൻ കാരണം രണ്ടും ഒരു ജില്ല ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് എറണാകുളത്ത് ഒരു ബേസ്മെൻറ്റ് ചെയ്യാനുണ്ട്, അതേപോലെ തൃശ്ശൂർ ഒരെണ്ണം ചെയ്യാനുണ്ട്, വയനാട് ഒരു 4000 സ്ക്വയർ ഫീറ്റിൻ്റെ ചെയ്യാനുണ്ട്. ഈ ചെയ്യേണ്ടതൊക്കെ ഇപ്പോൾ ഈ ഒരു അടുത്ത ജനുവരി ഫസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാട്ടോ പറയണത്. ജനുവരി അവസാനം ആകുമ്പോഴേക്കും നമുക്ക് തിരുവനന്തപുരത്തും ഒരു ബേസ്മെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്ഥലപ്പേരൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ വളരെ ഈസിയാണെന്ന്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇത്രയും ദൂരങ്ങളിൽ ഞങ്ങൾ എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ടീമാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർവൈസേഴ്സ് മാത്രമേ ഉള്ളൂ ഇടയിലൊന്ന് നാട്ടിൽ പോവുക എന്തെങ്കിലും ചെയ്യുക. നമ്മളെ ബാക്കിയുള്ള നമ്മളെ ഭായിമാരൊക്കെ അതേ സൈറ്റിൽ തന്നെ ഫുൾ ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ കണ്ട സൈറ്റുകളൊക്കെ കവർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവും പകലും വണ്ടി ഓടിക്കൊണ്ടേ ഇരുന്നാലേ ഉള്ളൂ നടക്കുക. ആ ഒരു കാരണം കൊണ്ടൊക്കെയാണ് നമ്മൾ തോമസ് ചേട്ടനോട് വിളിച്ച് പറഞ്ഞത് മെയിൻ സ്ലാബിന് നമ്മൾ വരുന്നില്ല. മെയിൻ സ്ലാബിന് പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാവശ്യമില്ല. ഇപ്പോൾ ഈ വീടിൻ്റെ മെയിൻ സ്ലാബിൻ്റെ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനും തോമസ് ചേട്ടനും ഒക്കെ അവിടെ ഇരുന്ന് വർത്തമാനം പറയാമെന്നല്ലാണ്ട് ഇടയ്ക്കൊന്ന് മുകളിൽ കയറി നോക്കും, ഞാൻ താഴത്തേക്ക് ഇറങ്ങും. അല്ലാണ്ട് നമുക്കതിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പിന്നെ നമുക്ക് സ്ഥിരം ചെയ്യണ ആൾക്കാരാണ് നമ്മൾ ഓരോ സ്ഥലത്തും. സാധാരണ ഒരു വീട് പണിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് മെയിൻ സ്ലാബ് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ ചെയ്യണ സമയത്ത് ആ വീടിൻ്റെ ഡിസൈൻ ചെയ്ത എഞ്ചിനീയറോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റോ ഒക്കെ വന്നിട്ട് ചെക്ക് ചെയ്യാറുണ്ട് ഇവർ കമ്പി കെട്ടുന്നത് ശരിയാണോ, അതേപോലെ ഇവർ ഏത് റേഷ്യോയിലാണോ എന്നുള്ളതൊക്കെ നോക്കാനായിട്ടാണ് ഈ എഞ്ചിനീയേഴ്സ് സൈറ്റിലേക്ക് ആ ഒരു ദിവസം വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പല ടീമായിട്ടാവും വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയിരിക്കും, ആ എഞ്ചിനീയർക്കും ആ കോൺട്രാക്ടർക്കും തമ്മിലൊരു ബന്ധം ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്ടർ വേറെ ആയിരിക്കും, ആ നാട്ടിലുള്ള എഞ്ചിനീയർ ആവും. അങ്ങനെയൊക്കെ മിസ്മാച്ച് വരും. അതായത് ഒരേ സ്ഥിരം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. കാരണം എല്ലാവർക്കും അവരുടെ പ്രൊഡക്റ്റ് നന്നാക്കണം എന്നാവും എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു മാസത്തിൽ 3 അല്ലെങ്കിൽ 4 മെയിൻ സ്ലാബ് വരെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ നമ്മളെ വർക്കേഴ്സിന് ഇതന്നെയാണ്, ഇത് സ്ലാബ് അടിക്കുന്ന ആൾക്കാർക്ക് എല്ലാ ദിവസവും ഈ മെയിൻ സ്ലാബ് അടിക്കുക തന്നെയാണ് പണി. കാരണം 4 ടീമിനെ വെച്ചിട്ട് നമ്മൾ ചുമര് ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ അവർക്ക് 4 വീടുകൾ മെയിൻ സ്ലാബ് ചെയ്യാൻ പെൻഡിങ് ആണ്. അപ്പോൾ ഈ തട്ടടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഞാൻ അടുത്ത വാർത്തിട്ടത് നേരെ പോയി പൊളിക്കുക, അത് കഴിഞ്ഞ് അടുത്തത് പോയിട്ട് അടിക്കുക. ഇതന്നെയാണ് ഇവർക്ക് പണി. അപ്പോൾ അവരോട് ഞാനായിട്ടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ചില വലിയ വലിയ ഹാളുകൾക്ക് ബീമിൻ്റെ സജഷനും കാര്യങ്ങളും അതായത് ഇപ്പോൾ നമ്മളെ ഭിത്തിക്ക് അനുസരിച്ചിട്ടുള്ള ബീമുകളാണ്, അത് നമ്മൾ എൻജിനീയറിംഗ് ഫോർമാറ്റിലല്ല നമ്മളെ പ്ലാനിനനുസരിച്ചിട്ട് അതിന് നമ്മളാണ് അത് ഡിസൈഡ് ചെയ്യണത്. ഏത് രീതിയിലാണ് അതിൻ്റെ ബീം വേണ്ടത്, ഏത് രീതിയിലാണ് കൺസീൽഡ് ബീം വേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് മാത്രം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ആ ഡീറ്റെയിലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഈ വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്നുള്ളൂ. ഇതിൻ്റെ ഹാളിലും നമ്മൾ അതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 820 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് ഈ ഒരു വീടിൻ്റെ ഹാള്. അപ്പോൾ ഈ ഹാളിൽ നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് ബീം കൊടുത്തിരിക്കുന്നത്. 12 അടിയാണ് കേട്ടോ ഈ വീടിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഞാനത് നേരത്തെ എഞ്ചിനീയറിംഗ് രീതിയിലല്ല കൊടുക്കുകയെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് എഞ്ചിനീയറിംഗ് മോശമായിട്ടല്ല ഞാൻ പറയണത്. അതായത് ഇപ്പോൾ ഈ തോമസ് ചേട്ടൻ്റെ ഈ ഒരു വീടിൻ്റെ ഒരു ഹാള് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഹാള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആ പറഞ്ഞതിലുള്ള വ്യത്യാസം. കാരണം എഞ്ചിനീയറിംഗ് രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ ഹാളിന് വെറും 2 ബീം മാത്രം മതി. ആ 2 ബീമിൽ നമുക്ക് ആ സ്പാന് സുഖമായിട്ട് നിർത്താവുന്നതേ ഉള്ളൂ.
പക്ഷേ നമുക്കങ്ങനെ 2 ബീമിൽ നിർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എലിവേഷനും ആ ഒരു ലുക്കും, അതായത് ഇവിടെ സെൻറ്ററിലൊരു ഓപ്പൺ കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടുതലാണ്, കാരണം ഇത് ചുറ്റോറും ബീം അടിച്ച് അതൊരു ഡിസൈനും കൂടി ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ എഞ്ചിനീയർമാർ അത് സജഷൻ ചെയ്യില്ല, കാരണം എന്താ വെച്ചാൽ പൈസ കൂടുകയാണ് ചെയ്യുക. കാരണം ഇതൊരു ഡിസൈനും കൂടി വേണ്ടിയിട്ട് നമ്മളതിന് 4 സൈഡും ബീമാക്കും. കാരണം ഇത് സീലിംഗ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇടാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി സ്ട്രെങ്ത്തും കൂടുതൽ കിട്ടും, അതേപോലെ തന്നെ കാണാൻ അതൊരു ഇൻറ്റീരിയൽ ഒഴിവാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയൊക്കെയാണ് നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യണത്. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റെപ്പിൻ്റെ വീതി കൂട്ടിയൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ ബാക്കിലുള്ള ബാത്റൂം ഹൈഡ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ലാൻഡിങ്ങിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ 3 സൈഡിലേക്കും ഇതുള്ളൊരു വെൻറ്റിലേഷൻ അവിടെ കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മൾ ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതായത് ജനലിൻ്റെ മുകളിലും കൂടിയും ഒരു സിംഗിൾ പാളി അത് തുറക്കണൊരു സിസ്റ്റം നമുക്ക് വീടിൻ്റെ വർക്ക് കഴിയുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് താഴ്ത്തുന്നിട്ട് മാനുവലി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീടിൻ്റെ കംപ്ലീറ്റ് പാരപ്പറ്റും നമ്മൾ കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ അതേപോലെ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ട് ലിഫോൻ്റെ വീടിനുമാണ് ഇപ്പോൾ നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളൂ. പാരപ്പറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ചെയ്യണ സമയത്ത് നമ്മളത് ചുമര് എവിടെയാണോ പൊസിഷൻ വരുന്നത് അതേ പൊസിഷനിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി തോമസ് ചേട്ടന് ഇതൊന്ന് ഭാവിയിൽ തോന്നുകയാണ്, ഇത് എന്തായാലും ഇവിടെ ഷീറ്റ് ഇടുന്നുണ്ട്, എന്നാൽ ഷീറ്റ് ഇട്ടൊന്ന് കവർ ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇപ്പോൾ ഈ ഓൾറെഡി നമ്മളെ 2.5 അടിയോളം ഹൈറ്റ് വന്നു, ഇനി അതിനൊരു വെൻറ്റിലേഷനും കൊടുത്ത് 2 സൈഡ് ഷീറ്റ് എന്തെങ്കിലും ഒരു വി ബോർഡിൻ്റെ ഷീറ്റ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് അടച്ചുറപ്പുള്ളൊരു സ്ഥലമായിട്ട് മാറും. നമുക്ക് ഈ വി ബോർഡിലൊക്കെ വീട് പണിയുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ പരിക്ക് വരുന്ന ഭാഗങ്ങളിൽ, അതായത് താഴത്തെ ഭാഗങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പൊട്ടലും ഇതൊക്കെ സംഭവിക്കുക. ഇപ്പോൾ ഇത് ജനൽ ഹൈറ്റ് വരെ നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചിട്ട് അതിൻ്റെ മുകളിൽ ജനലും വെച്ച് 2 സൈഡിലും ചെറിയൊരു വി ബോർഡ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെമ്പററി പർപ്പസിന് അതൊരു കവേർഡ് ആക്കിയിട്ടുള്ള ഏരിയയ്ക്ക് മാറ്റാൻ പറ്റും. പക്ഷേ നമ്മൾ കല്ലിൽ കെട്ടണേക്കാളും എക്സ്പെൻസ് കൂടുതലായിരിക്കും. കാരണം അറിയാലോ, നമ്മളിത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു വീട് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം 2 വർഷമായി. അധികം ആൾക്കാരൊന്നും ഇത് തുടരാത്തതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് നമ്മൾ ചെയ്യുന്ന റേഷ്യോയിൽ അതേപോലെ അൾട്രാടെക് സൂപ്പറൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പെൻസ് ഇവർക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരുവിധം കോൺട്രാക്ടേഴ്സൊന്നും ഈ രീതിയിൽ വർക്കുകൾ എടുക്കാത്തതും ചെയ്യാത്തതും. കാരണം അവരിപ്പോൾ നോർമലായിട്ട് ചെയ്തു വരുന്ന രീതിയിൽ തന്നെ അവർക്കൊരു വീട് പണി ചെയ്യണ സമയത്ത് അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ആരെങ്കിലും ഒരു ബെനിഫിറ്റും കിട്ടാത്ത ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് എനിക്ക് തോന്നണില്ല. ചിലപ്പോൾ ഇത് ഒരു സ്ക്വയർ ഫീറ്റിന് ഞാൻ മേടിക്കണേക്കാളും ഒന്നും കൂടി റേറ്റൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാർ കേരളത്തിൽ നിന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. കാരണം അവർക്ക് അപ്പോൾ നല്ലൊരു ലാഭം കിട്ടും. ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് ഈ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ആർക്കിടെക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ റേറ്റിന് ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം. തുടക്കകാലത്തിലൊക്കെ നമ്മൾ ഈ കോൺക്രീറ്റ് ഭിത്തിക്ക് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പോൾ എല്ലാം പോയി ഒരൊറ്റ പ്രശ്നമേ പറയാനുള്ളൂ, ചൂടാവും എന്നുള്ളത്. ആ ചൂടിൻ്റെ കാര്യം ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ നല്ല കൊടും വേനൽ വരുമ്പോൾ ഞാൻ അതും തെർമോമീറ്റർ വെച്ചിട്ട് ആൾക്കാർക്ക് തെളിയിച്ചു കൊടുക്കും. അതായത് ഒരു കല്ലിൽ ചെയ്ത വീടും ഈ വീടിനും തമ്മിൽ എത്ര ചൂടിൻ്റെ വ്യത്യാസം ഉണ്ടെന്നുള്ളത് അത് നമുക്ക് തെളിയിക്കാവുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ എല്ലാവരും ഓക്കെയാണ്, ഭയങ്കര സ്ട്രോങ് ആണ്, നല്ലതാണ്. പിന്നെ ഇപ്പോഴും ചില പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ഇപ്പോഴും കമൻറ്റ് ഇട്ട് ചോദിക്കാറുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നോ വീണ്ടും ഞാനൊരു കമൻറ്റ് കണ്ടത്, ഇതിൻ്റെ എക്സ്പാൻഷൻ ഇത് വരില്ലേ കോൺക്രീറ്റ് ഹീറ്റ് ആകുമ്പോൾ എന്നൊക്കെ. അങ്ങനെ ആവുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നേ എത്രയും പ്രാവശ്യം പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മളിത് ഒരു 3000 സ്ക്വയർ ഫീറ്റുള്ള സ്ലാബ് സിംഗിളായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കായിട്ട് ക്രാക്ക് വരാറില്ലല്ലോ. ഇപ്പോൾ എക്സ്പാൻഷൻ വരുന്ന സമയത്ത് അതിൻ്റെ നടുക്കല്ലല്ലോ വരിക, ആകെ വരിക 1 mm 2 mm ഒക്കെയാണ് വരിക. ആ 2 mm വരെ നമ്മളെ ഭിത്തിയിൽ വരാത്തതിൻ്റെ കാരണം ഭിത്തിയിലുള്ള കമ്പിയും കൂടി ഫോൾഡ് ചെയ്തിട്ടാണ് മെയിൻ സ്ലാബ് ചെയ്യണത്. അങ്ങനെ പേരുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പിയും കട്ടായിട്ട് വേണം അത് വരാൻ. അതെന്തായാലും ഒരിക്കലും നടക്കില്ല.